ഹലോ ഗൈസ്, അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് പാടില്ല. അങ്ങനെ പിന്നെ എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ആദ്യം തന്നെ ചായ കുടിക്കണം ഉമ്മയ്ക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ഞാൻ ചായ കുടിക്കില്ല, ബാക്കി എല്ലാവരും ചായ കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അനിയൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ഒരു കസിനെ കാണാനാണ്. നാട്ടിൽ നിന്ന് വന്ന കുറച്ച് സാധനമൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു മൂവിക്ക് പോകാൻ വിചാരിച്ചു. പക്ഷേ ബേബിനെ നമ്മൾ വീട്ടിലാക്കിയിട്ടാണ് പോയത്. ബേബിനെ കൂട്ടിയിട്ട് പോയില്ല. വീഡിയോ എടുത്ത് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു നായി പുറക്കിലും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. വീഡിയോ അത് എടുക്കുമ്പോഴേക്കും അവിടെ പോയി ഒളിച്ചു വന്നു. പിന്നെ നമ്മൾ നേരെ ഉള്ളിൽ കയറി. ഞങ്ങൾ ഉള്ളിൽ കയറുമ്പോഴേക്കും മൂവി ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിവൻ ചായ കുടിക്കുന്നവരെ വെയിറ്റ് ചെയ്താണ്. ഉമ്മയബ്ബ ഓൾറെഡി ഉള്ളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവസാനം അവിടെ പോയിരുന്ന് മൂവിയൊക്കെ കണ്ട്. മൂവി എങ്ങനെയുണ്ട് വെച്ചാൽ കൊള്ളില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. അതിന് മുന്നേ ബേബീനെ വീട്ടിൽ നിന്ന് എടുക്കാൻ വേണം. അങ്ങനെ ബേബീനെ എടുത്തിട്ട് നമ്മൾ നേരെ ലുലുവിലേക്കാണ് പോയത്. നോക്കുക ഗൈസ്, ന്യൂ മാമൻ ഇൻ ടൗൺ. അങ്ങനെ അവൻ്റെ കുറേ എക്സ്പ്രഷൻസൊക്കെ ഇനി കാണേണ്ടി വരുമല്ലോ എന്നാലോചിച്ച് ഞാനവിടെ നിന്നു. അധിക നേരം അവിടെ ഇങ്ങനെ നോക്കിയാൽ ഉമ്മീനെ കാണാതാവും എന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ വേഗം ഉള്ളിലേക്ക് കയറി ഷോപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഉമ്മീനെ പിന്നെയും കാണാതായി. അങ്ങനെ കുറേ തിരഞ്ഞ് അവസാനം ഞങ്ങൾ ഉമ്മീനെ കണ്ടുപിടിച്ചു. ഉമ്മി ഇങ്ങനെയാണ് ഗൈസ്, ഹൈപ്പർ മാർക്കറ്റിലേക്കൊക്കെ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാതാവും. അങ്ങനെ നമ്മൾ ഉമ്മീനെ കൂട്ടിയിട്ട് നേരെ ബീഫ് വാങ്ങാൻ പോയി. അവിടെ അയാളെയും കുറച്ചൊന്ന് വട്ടം കറപ്പിച്ച് അവസാനം ഒരു ബീഫിൻ്റെ പീസ് കൊണ്ടെടുത്തു. അങ്ങനെ പിന്നെ അയാൾക്ക് അതെടുത്ത് കട്ട് ചെയ്യാൻ കൊടുത്തു. അയാൾ കട്ട് ചെയ്യുന്ന ഗ്യാപ്പിൽ വേറെ എവിടെയും പോവാതെ അയാൾ കട്ട് ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. എന്തിന്, ഒരാവശ്യമില്ല. അങ്ങനെ അയാൾ കട്ട് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്ത് ആ ബീഫും വാങ്ങിയിട്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. ഉമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വീട്ടിലേക്ക്. പിന്നെ ഞാൻ ഈ കാണുന്ന ഒരു ഐസ്ക്രീമും എടുത്തിട്ട് നമ്മൾ നേരെ ബില്ല് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ സാധനങ്ങളും ബില്ലാക്കിയിട്ട് ഞങ്ങൾ കാറിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ബൈ. ഇനി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ.